കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവേ. അതുകൊണ്ട് ഈ കൊച്ചു പറയുന്നത് എന്നാന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് വീണ്ടും ഒരു ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഇന്ന് വരയ്ക്കാൻ പോണത് ഈ ഒരു കമൻറ്റിൻ്റെ ബേസിലാണ് കേട്ടോ. അപ്പോൾ ഈ കമൻറ്റ് ഇട്ട ആൾ വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സൺ ആൻഡ് നമ്മുടെ സബ്സ്ക്രൈബർ കൂടെയാണ്. അപ്പം ഞാൻ കൂടുതലും ഇപ്പോൾ വരയ്ക്കുന്നത് സ്റ്റെൻസിൽ ആർട്ടാണ് കേട്ടോ. സ്റ്റെൻസിൽ ആർട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പെൻസിൽ ഡ്രോയിങ്ങിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് കൂടുതലും സ്റ്റെൻസിൽ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ഈ സ്റ്റെൻസിൽ ഡ്രോയിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർമൽ മാർക്കറാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നത് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം നമുക്ക് ഈ മാർക്കർ കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ഫെയ്ഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലാസ്റ്റിംഗ് ആയിരിക്കും. ആ ഒരു കളർ അതുപോലെ തന്നെ നമുക്ക് നിർത്താൻ പറ്റും. അപ്പം ട്രൈ ചെയ്യുന്നവർ പെയിൻറ്റ് വെച്ച് തന്നെ നോക്കുക. പിന്നെ നമ്മൾ ഐ പോർഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കുറച്ചുകൂടി പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷസ് യൂസ് ചെയ്താൽ മതി. അതർവൈസ് മാർക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ നമുക്ക് പിന്നീടൊരു ടൈം കഴിയുമ്പോൾ നമുക്കതിൻ്റെ കളേഴ്സ് ഫെയ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളിത് ഓൾമോസ്റ്റ് വരച്ച് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന 2 പേരുടെ പിക്ക് എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരയ്ക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം എന്തായാലും വേഗം പോയി കമൻറ്റ് ചെയ്തോളൂ.